ബി.ജെ.പിക്ക് വേണ്ടി എസ്.ടി.പി.ഐ പണിയെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ആരോപണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നാൽ, നിങ്ങൾ അതിൽ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളുക? അത് വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ? കാരണം രാജ്യത്തെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഫാസിസ്റ്റുകളെന്ന് വലിയ വിമർശനം നേരിടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് RSS പിന്തുണയോടെയുള്ള ബി.ജെ.പി. അവർക്കെതിരെ തങ്ങളുടെ എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാത്ത വിധം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, അത്തരം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾക്ക് ഇരയായ രാഷ്ട്രീയ പാർട്ടിയാണ്. അഥവാ ഫാസിസത്തിനെതിരെ ബി.ജെ.പിയും RSSും ഉയർത്തിവിടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള തങ്ങളുടെ നിലപാടുകളിൽ ഒരിക്കലും ചെറിയ രീതിയിലുള്ള അനുരഞ്ജനങ്ങൾക്ക് പോലും തയ്യാറല്ല എന്നതിൻ്റെ പേരിൽ രാജ്യത്ത് ഏറ്റവും വലിയ വേട്ടകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന, അതിനെ ഇരയായ രാഷ്ട്രീയ പാർട്ടിയാണ് എസ്.ടി.പി. എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബി.ജെ.പി. എന്നുള്ളത് RSS പിന്തുണയോടുകൂടി രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് സർക്കാരായി നിലകൊള്ളുന്ന, അത്തരം വിമർശനങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. തമ്മിൽ പരസ്പരം ബന്ധവൈരികളായ ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം സഹകരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണമാണ് കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അഥവാ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന് ലഭിക്കേണ്ട വോട്ടുകൾ തള്ളാൻ എസ്.ടി.പി.ഐ പരാതി നൽകുന്നുവെന്നും ഇത് ബി.ജെ.പിക്ക് വേണ്ടിയാണെന്നും ബി.ജെ.പി ജയിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാക്കുന്നുവെന്നുമാണ് മുസ്ലിം ലീഗിൻ്റെ ആരോപണം എന്നുള്ളത്. സത്യത്തിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഒരു സുഹൃത്താണ് അയച്ചു തന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. ഏതായാലും മുസ്ലിം ലീഗിന്റെ ആരോപണം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ വോട്ട് ചോരി ക്യാമ്പയിൻ, ബി.ജെ.പിയുടെ വോട്ട് കൊള്ളക്കെതിരെ അതിശക്തമായ ഒരു ക്യാമ്പയിനുമായി ഇന്ത്യയിലെ മതേതര ശക്തികൾ മുന്നോട്ട് പോകുമ്പോൾ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ ഒരു വിചിത്രമായ ഒരു സഖ്യമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബി.ജെ.പിയും UDFും നേർക്കുനേരെ മത്സരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ UDFിന്റെ മുസ്ലിം ലീഗിന്റെ വാർഡുകളിലെ ഒരുപാട് വോട്ടുകൾ, ധാരാളം വോട്ടുകൾ തള്ളാനായി രാഷ്ട്രീയ ഭേദമായി ഇവിടുത്തെ എസ്.ടി.പി.ഐ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ബി.ജെ.പിയുമായി നേരിട്ട് മത്സരിച്ച് ചെറിയ വോട്ടുകൾക്കെല്ലാം UDFും മുസ്ലിം ലീഗ് വിജയിച്ചു കൊണ്ടിരിക്കുന്ന വാർഡുകളിലെ നൂറുകണക്കിന് വോട്ടുകളാണ് രാഷ്ട്രീയ പ്രേരിതമായി തള്ളാൻ കൊടുത്തിരിക്കുന്നത്. പ്രവാസികൾക്ക് വോട്ടവകാശം നൽകണമെന്ന നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുണ്ടായ ഈ സാഹചര്യത്തിൽ പോലും നാട്ടിലില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നൂറുകണക്കിന് പ്രവാസികളുടെ വോട്ടുകളാണ് കൂട്ടമായി തള്ളാൻ ഇവർ അപേക്ഷ നൽകിയിരിക്കുന്നത്. എസ്.ടി.പി.യുടെ ഈ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ വോട്ടർമാരെ സംഘടിപ്പിച്ച് ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ വാക്കുകളാണ്. ഇത് നജീബ് എന്നുള്ള വ്യക്തി, MA നജീബ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹിയാണ്. ഏതായാലും അദ്ദേഹം ആരോപിക്കുന്നുള്ള കാര്യം എസ്.ടി.പി.ഐ ബി.ജെ.പി സഖ്യം എന്നാണ്. ആ പ്രയോഗം തന്നെ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ മൊഗ്രാൽ പുത്തൂറുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകളുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ബന്ധപ്പെടുകയുണ്ടായി. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് ചോദിക്കുകയുണ്ടായി. ഇദ്ദേഹം ഇതിൽ പറയുന്നത് രാജ്യവ്യാപകമായി വോട്ട് ചോരി എന്നുള്ളത്, അഥവാ വോട്ടർമാരെ വെട്ടിമാറ്റുന്നതിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ്. തീർച്ചയായും ആ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പിന്തുണ അർഹിക്കുന്നുമുണ്ട്. രാജ്യവ്യാപകമായി മതേതര പക്ഷത്തുള്ള മുഴുവൻ ആളുകളും രാഹുൽ ഗാന്ധിയെ ഈ വിഷയത്തിൽ പിന്തുണക്കുകയും അതിന് അവരുടേതായ സമര പരിപാടികൾ അല്ലെങ്കിൽ അവരുടേതായ പിന്തുണകൾ രാജ്യവ്യാപകമായി മതേതര കക്ഷികൾ മുഴുവനും, മതേതര സമൂഹം മുഴുവനും നൽകുന്നുണ്ട്. ഈ ആരോപണങ്ങൾ സത്യസന്ധമല്ലെന്നും ഇത് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയം കൃത്യമല്ലെന്നും പറയുന്നുള്ളത്, അത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് പറയുന്നുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും മാത്രമാണ്. ബാക്കി മുഴുവൻ ഇന്ത്യയിലെ സമൂഹവും ജനങ്ങളും ഒറ്റക്കെട്ടായി തന്നെ ബി.ജെ.പി ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷന് ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ബി.ജെ.പിയും UDFും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ
മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിലവിൽ 15 സീറ്റുകളാണ് നിലവിലുള്ളത്. അതിന് UDF-നാണ് ഭൂരിപക്ഷം, അവരാണ് ഭരിക്കുന്നത്. പക്ഷേ BJP-യും UDF-ഉം നേരിട്ട് മത്സരം നടക്കുന്ന എത്ര വാർഡുകളുണ്ട്? മുസ്ലിം ലീഗും BJP-യും നേരിട്ട് മത്സരം നടത്തുന്ന എത്ര വാർഡുകളുണ്ട്? ആ വാർഡുകളിൽ എത്ര വോട്ടുകൾക്കാണ് നിലവിൽ BJP-യോ അല്ലെങ്കിൽ UDF-ഓ വിജയിച്ചിരിക്കുന്നത്? ആ വാർഡുകളിലാണോ ഇത് തള്ളാൻ കൊടുത്തിരിക്കുന്നത് എന്ന് ഇങ്ങനെ പല തുടങ്ങിയ ഉത്തരങ്ങൾ ഇതിന് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അവിടെയുള്ള ഒരു സാഹചര്യം, അതിൽ SDPIയുടെ പങ്ക് എന്താണ് എന്നുള്ളതും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത് സഖ്യമെന്നാണ്. യഥാർത്ഥത്തിൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രാദേശികമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്നുള്ളത്, അവിടെ മുസ്ലിം ലീഗിന് മുൻകാലത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. അഥവാ എതിരാളികളില്ലാതെ, പ്രതിപക്ഷമില്ലാതെ ഏകപക്ഷീയമായി മുസ്ലിം ലീഗ് ജയിച്ചു വരുന്ന പഞ്ചായത്തായിരുന്നു മൊഗ്രാൽ പുത്തൂർ എന്നുള്ളത്. കാസർഗോഡിന്റെ ചരിത്രമറിയുന്ന ആളുകൾക്ക് അത് വ്യക്തമാവുന്നതാണ്. മുസ്ലിം ലീഗിന്റെ പഴയകാല ഒരുപാട് നേതാക്കളെയൊക്കെ സംഭാവന ചെയ്ത ഒരു പഞ്ചായത്ത്. പക്ഷേ ഇപ്പോഴവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി SDPI രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം മൊഗ്രാൽ പുത്തൂരിൽ സവിശേഷമായി SDPIയുടെ പ്രവർത്തകർ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കുകൾ പലപ്പോഴും മുസ്ലിം ലീഗിന് ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. അഥവാ അവിടെ പ്രതിപക്ഷത്തുള്ള BJP-യേക്കാൾ രൂക്ഷമായി ലീഗിന്റെ ഓരോ വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരികയും പലപ്പോഴും BJP-യും ഈ മൊഗ്രാൽ പുത്തൂരിലെ UDF-ഉം വളരെ ഒരു അനുരഞ്ജനമായിട്ടുള്ള ഒരു രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ SDPI രംഗത്ത് വന്നതോടുകൂടി നേർക്കുനേറുള്ള വിമർശനങ്ങൾ വരുന്നു. ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ജനകീയ പ്രശ്നങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നു. അഥവാ നിലവിൽ UDF വിജയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിജയിച്ചു കൊണ്ടിരിക്കുന്ന വാർഡുകൾ, ആ വാർഡുകളിൽ പ്രതിപക്ഷമായി SDPI രംഗത്ത് വരുന്നതാണ്. അവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഈ നജീബ് ഉന്നയിക്കുന്ന പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാതൽ നിലകൊള്ളുന്നത്. അഥവാ മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ള നിലവിലുള്ള വാർഡുകൾ, അവിടെ SDPI പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കുന്നു. മുസ്ലിം ലീഗിന് എതിർകക്ഷിയായി SDPI വരുന്നു. ലീഗുമായിട്ടുള്ള മത്സരങ്ങൾക്ക് മൊഗ്രാൽ പുത്തൂരിലെ പല വാർഡുകളും സാക്ഷിയാവുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് മുസ്ലിം ലീഗ് വരാനുണ്ടായ ഒരു സാഹചര്യമെന്ന് വ്യക്തമാവുന്നതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത്. അതുകൂടാതെ തന്നെ നിലവിൽ അവിടെയുള്ള സാഹചര്യം എന്നുള്ളത്, ഈ മുസ്ലിം ലീഗിന് വലിയ മേധാവിത്വമുള്ള വാർഡുകളിൽ SDPI ശക്തമായി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടർ പട്ടികയിൽ നിന്നും നാട്ടിലില്ലാത്ത ആളുകളെയോ അല്ലെങ്കിൽ വീട് വിട്ടു പോയ ആളുകളെയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായ ഒരു ക്രമമാണ്, അതിൻ്റെ ക്രമങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. അഥവാ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പല വോട്ടുകൾ തല്ലാനും അതുപോലെ തന്നെ വാർഡ് വിഭജനത്തിലടക്കം പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിരവധി ആളുകളുടെ വോട്ടുകൾ തള്ളാൻ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ SDPIയും തിരിച്ചും കൊടുത്തിട്ടുണ്ടാകാം ചില ആളുകളുടെ വോട്ട് തള്ളാൻ വേണ്ടി. പക്ഷേ ഇവിടെ അത്യന്തികമായിട്ട് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ്. അത് ഒരിക്കലും SDPIയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല. വേണമെങ്കിൽ നമുക്ക് BJP-യെ പറയാം, കേന്ദ്രത്തിൽ BJP-യുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അവരുടെ അജണ്ടക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് CPM ആണ്. ഉദ്യോഗസ്ഥ സംവിധാനമൊക്കെ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ വലിയ സംവിധാനങ്ങൾ അവർക്കുണ്ട്. വേണമെങ്കിൽ അവരെയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിക്കാം, ഈ കമ്മീഷനും അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. പക്ഷേ SDPI എന്നുള്ളത് കേരളത്തിൽ ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. വളരെ ചെറിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ അവരുടെ അജണ്ടകൾക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്നാണോ ഈ പറയുന്നത് എന്നതിൻ്റെ പൊരുൾ എന്ന് മനസ്സിലാകുന്നില്ല. അഥവാ നിലവിലുള്ള ഈ ഒരു സാഹചര്യം വ്യക്തമായി പരിശോധിക്കുമ്പോൾ, ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തേടുമ്പോൾ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ചും SDPI പോലെയുള്ള ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഉദ്യോഗസ്ഥരിലോ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷനിലോ ഒരിക്കലും സ്വാധീനം ചെലുത്താൻ കഴിയുകയില്ല എന്ന് സാമാന്യ ബോധ്യമുള്ള ആർക്കും വ്യക്തമാവുന്ന കാര്യമാണ്. അതൊരിക്കലും അസാധ്യമായ കാര്യമാണ്.
ഇവിടെ മുക്രാൽ പുത്തൂറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവിടെ വോട്ട് തള്ളാൻ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ BJP-യും മറ്റുള്ള കക്ഷികളും LDF-ഉം UDF-ഉം ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ SDPയെ സവിശേഷമായി മുസ്ലിം ലീഗ് ഉയർത്തിക്കൊണ്ടുവരാൻ ഉണ്ടായ സാഹചര്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുക്രാൽ പുത്തൂരിലെ SDPയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും UDF-നും മുസ്ലിം ലീഗിന് തലവേദനയായിട്ടുണ്ട്. അവർ ഏകപക്ഷീയമായി വിജയിച്ചു വരുന്ന വാർഡുകളിൽ SDPI വലിയ രീതിയിലുള്ള അവിടെ പ്രവർത്തന മികവ് കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി ചെല്ലിക്കൊണ്ട് അവരുടെ പ്രവർത്തന ഒരു മേഖലയായി ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ ജനകീയ പിന്തുണയോടുകൂടി കഴിഞ്ഞ തവണ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ ഇതിന് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നതായിട്ട് വരും. അതുകൂടാതെ തന്നെ മറ്റു ചില കാരണങ്ങൾ കൂടി പറയേണ്ടതായിട്ട് വരും. അവിടെ കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഒരു പത്രപ്രസ്താവന കൂടി നമ്മൾക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഈ ഒരു പത്രപ്രസ്താവന എന്നുള്ളത് ഇങ്ങനെയാണ്: മുക്രാൽ പുത്തൂരിൽ BJPക്ക് വേണ്ടി SDPI പണിയെടുക്കുന്നു എന്നാണ് ഇതിന്റെ ക്യാപ്ഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും. BJPയും UDF-ഉം നേരിട്ട് മത്സരം നടക്കുന്ന മുക്രാൽ പുത്തൂർ പഞ്ചായത്തിൽ 850ഓളം വോട്ടുകൾ കൂട്ടമായി തള്ളാനുള്ള കള്ളപ്പരാതി കൊടുത്തിരിക്കുകയാണ്. SDPI സ്ഥിരതാമസമടക്കമുള്ളവരുടെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും റേഷൻ കാർഡും പേരുള്ളവരുമായ വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ പരാതി നൽകിയത്. BJPയുടെ വോട്ട് നീക്കം ചെയ്യാൻ പരാതി നൽകാതെ BJPയോട് നേരിയ ഭൂരിപക്ഷത്തിന് UDF വിജയിച്ച വാർഡുകളിൽ വോട്ടുകൾ തള്ളി BJPക്ക് അവസരം നൽകാനുള്ള നീക്കമാണ് SDPI നടത്തുന്നത്. ഉത്തരേന്ത്യയിൽ BJP കള്ളവോട്ട് കച്ചവടം നടത്തുമ്പോൾ BJPക്ക് വേണ്ടി SDPI മുക്രാൽ പുത്തൂറിൽ ദാസ്യവേല ചെയ്യുന്നതായി യൂത്ത് ലീഗ് ആരോപിച്ചു. കള്ളപ്പരാതിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് വോട്ടർമാർ. മുക്രാൽ പുത്തൂരിലെ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന SDPIക്കെതിരെ മതേതര സമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് മുക്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വിഷയത്തിലും ഈ ഒരു പ്രസ്താവനയിൽ കൊടുക്കുന്നത് 800 UDF വോട്ടുകൾ കൂട്ടമായി തള്ളാൻ പരാതി നൽകിയെന്നാണ്. എങ്ങനെയാണ് 800 ആളുകളും UDF-ന്റെ വോട്ടർമാരാണെന്ന് ഇവർ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാവുന്ന കാര്യമല്ല. ഒരു വോട്ട്, ഫിക്സഡ് വോട്ട്, ഇന്ന ആളുടെ വോട്ട് ഫിക്സഡ് വോട്ടായി അത് UDF വോട്ടുകളാണ് എന്ന് മുൻകൂട്ടി എങ്ങനെയാണ് നിശ്ചയിക്കുക? ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിൽ ഓരോ പൗരന്റെയും അവകാശമാണ്, സമ്മതിദാന അവകാശമാണ്, അവൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്നത്. ഈ പ്രാവശ്യം ഞാൻ ചിലപ്പോൾ കോൺഗ്രസിന് ചെയ്യാം, ചിലപ്പോൾ ലീഗിന് ചെയ്യാം, അല്ലെങ്കിൽ SDPIക്ക് ചെയ്യാം, അല്ലെങ്കിൽ CPM-ന് ചെയ്യാം, ഏത് കക്ഷിക്ക് വേണമെങ്കിലും ചെയ്യാം. അത് അയാളുടെ പേഴ്സണലായ ചോയ്സാണ്. അത് പലപ്പോഴും മാറി മറിഞ്ഞു വരാം. ഇപ്രാവശ്യം UDF-ന് ചെയ്ത ആളുകൾ അടുത്ത പ്രാവശ്യം LDF-ന് ചെയ്യാം. സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ അവരുന്നയിക്കുന്ന ആവശ്യങ്ങളും അവരുടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന മികവും അവർ ജനങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനമൊക്കെയാണ് തെരഞ്ഞെടുപ്പുകൾ സ്വാധീനിക്കാറ്, വോട്ടർമാരെ സ്വാധീനിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 800 വോട്ടുകൾ UDF വോട്ടുകൾ 800 വോട്ടുകൾ തള്ളാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്താണ് ഈ ഒരു ജനാധിപത്യ വിരുദ്ധത എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം UDF വോട്ടുകൾ തള്ളാൻ കൊടുത്തു, BJP വോട്ടുകൾ തള്ളാൻ കൊടുത്തില്ല. BJP വോട്ടുകൾ അങ്ങനെയുള്ള ഒരു വോട്ടുകളുണ്ടോ? BJP വോട്ടുകൾ, UDF വോട്ടുകൾ, അത് എങ്ങനെയാണ് ഇവർ മുൻകൂട്ടി നിശ്ചയിക്കുന്നത് എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഏത് വോട്ടുകളാണെങ്കിലും അത് മുൻകൂട്ടി നിശ്ചയിച്ച് അത് BJP വോട്ടുകളാണ്, അത് UDF വോട്ടുകളാണ്, ഇങ്ങനെ നിശ്ചയിച്ച് ഇലക്ഷൻ പ്രക്രിയ നടത്തുകയാണെങ്കിൽ അതിൽ എന്താണ് കാര്യമുള്ളത്? ഓരോ പൗരന്മാരുടെയും അവരുടെ അവകാശമാണ്. അതായത് തങ്ങളുടെ രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവർക്കെതിരെ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ എല്ലാ അവസരവും പൗരന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF വോട്ടുകൾ എന്നുള്ള പ്രയോഗം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ BJP വോട്ടുകൾ എന്നുള്ളത് എന്ത് അർത്ഥം വെച്ചാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടി വരും. ഈ പറയപ്പെടുന്ന ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തി എന്നുള്ളത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ അണിനിരത്തി അതിനെതിരെ രംഗത്ത് വരുമെന്നാണ്, നിയമ പോരാട്ടം, ഇതൊക്കെ ഓരോ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ്. SDPIയെ സംബന്ധിച്ചിടത്തോളം SDPI ഒരു പരാതി കൊടുത്താൽ ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ അപ്പാടെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥ സംവിധാനമോ ആ തെരഞ്ഞെടുപ്പ് അപ്പാടെ ഒഴിവാക്കുകയില്ല. ആരുടെ വോട്ടർ പട്ടികയിൽ നിന്നും അവരുടെ പേര്, ഏത് വോട്ടർ പട്ടികയിൽ നിന്നും അവരുടെ പേര് ഒഴിവാക്കണമെങ്കിൽ
അവിടെ കൃത്യമായിട്ടുള്ള എൻക്വയറീസ് നടക്കേണ്ടതുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി മാത്രമേ അവിടെ ഒരു അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കൂ. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. നമ്മൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുമ്പോൾ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട രേഖകളുമായി അവിടുത്തെ ബന്ധപ്പെട്ട എൻക്വയറി ഫോറത്തിൽ നമ്മൾ ഹാജരായി നമ്മുടെ തെളിവുകൾ നൽകണം. അതുപോലെ തന്നെയാണ് ഈ ഒഴിവാക്കലുകൾ എന്നുള്ളത്. ഒഴിവാക്കുമ്പോൾ ഒന്നും കൂടി ഉദ്യോഗസ്ഥ വിഭാഗം ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പൗരന്റെ അവകാശങ്ങളാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. അവർ സ്ഥലം മാറിപ്പോയോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ആളാണോ, നിലവിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള നിയമപരമായ അർഹതയില്ലാത്ത ആളാണെന്നോ ഒന്നും കൂടി കലുഷിതമായ അന്വേഷണങ്ങൾ നടത്തിയെന്ന് മാത്രമേ അത്തരത്തിലുള്ള തള്ളൽ നടപടികൾക്ക് അവർ കടക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. STPI ഏതെങ്കിലും പരാതികൾ കൊടുത്താൽ, STPI എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനമോ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അവർക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഒരിക്കലും കരുതാൻ പറ്റില്ല. ഇതിൽ നിയമ പോരാട്ടം നടത്തുന്നതിനപ്പുറം ഈ തള്ളേണ്ടതായി പരാതി കൊടുത്തിട്ടുള്ള ആളുകൾക്ക് തന്നെ അവരുടേതായ രേഖകൾ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് സമർപ്പിച്ചാൽ അവരുടെ വോട്ടുകൾ ഒരിക്കലും തള്ളിപ്പോകുകയില്ല. അതല്ലെങ്കിൽ പോലും കോടതികളെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ പ്രസ്താവനകൾ ആത്യന്തികമായിട്ട് പറഞ്ഞു വെക്കുന്നത് STPI ഒരിക്കലും BJPക്ക് എതിരല്ല എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയാണ്. മുഗ്രാൽ പുത്തൂരിലെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി മുസ്ലിം ലീഗ് കൈക്കൊണ്ട നിലപാടുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തെ കൃത്യമായിട്ട് പഠന വിധേയമാക്കുമ്പോൾ അവിടെ STPIക്കുണ്ടായ ഒരു മുന്നേറ്റമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ മുസ്ലിം ലീഗിനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടുത്തെ ഓരോ പൗരന്മാർക്കും, വോട്ടില്ലാത്ത ആളുകൾക്ക് പോലും വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാനും വോട്ടുള്ള ആളുകൾക്ക് അവരുടെ സമ്മതിദാനാവകാശം അവർ താമസിക്കുന്ന ഇടങ്ങളിൽ തന്നെ അത് വിനിയോഗിക്കാനുമുള്ള ഒരു സാഹചര്യം തന്നെ തീർച്ചയായും സൃഷ്ടിക്കപ്പെടും. അതിനുള്ള പിന്തുണ രാഷ്ട്രീയ പാർട്ടികൾ ഭേദമന്യേ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ STPയോ അല്ലെങ്കിൽ LDF CPM ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവർ അതിന് പിന്തുണ കൊടുക്കേണ്ടതുമാണ്. അത് സ്വാഭാവികമായിട്ടും അത്തരത്തിലാണ് കാര്യങ്ങൾ നടക്കാറ്. ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകളെ വക്രീകരിച്ചുകൊണ്ട് അത് മറ്റൊരു രീതിയിൽ ആണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നേരിട്ട് BJPയും UDFും ഏറ്റുമുട്ടുന്ന വാർഡുകൾ, ഇത് ഈ വീഡിയോ ഇറക്കിയ നജീബ് എന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹി ചെയ്യേണ്ടത്. ഇത്ര വാർഡുകളാണ് കഴിഞ്ഞ തവണ UDFും BJPയും നേരിട്ട് ഏറ്റുമുട്ടിയത്. ആ വാർഡുകളിൽ നിലവിൽ എത്ര വോട്ടുകളാണ് തള്ളാൻ STPയോ അല്ലെങ്കിൽ ആരെങ്കിലും പരാതി നൽകിയിരിക്കുന്നത്? STPI എന്നുള്ളത് അവരുടെ ലെറ്റർ പേഡിൽ നൽകിയതാവാൻ സാധ്യതയില്ല. ഏതെങ്കിലും പ്രവർത്തകരോ അല്ലെങ്കിൽ STPയുമായി ബന്ധപ്പെട്ട ആളുകളോ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കേണ്ടത് ഏതൊക്കെ വാർഡുകളാണ് BJPയും UDFും നേരിട്ട് ഏറ്റുമുട്ടുന്നുള്ളത്. ആ വാർഡുകളിൽ UDFിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ ഭൂരിപക്ഷം എത്രയാണ്? അതുകൂടാതെ തന്നെ ഈ വാർഡുകളിൽ എത്ര വോട്ടുകൾ തള്ളാനാണ് STPയോ അല്ലെങ്കിൽ മറ്റുള്ള കക്ഷികളോ ആവശ്യപ്പെട്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും ഈ ആരോപണം LDFിന് നേർക്കല്ല, STPIക്ക് നേർക്കാണ്. അതുകൊണ്ട് തന്നെ STPI ആവശ്യപ്പെട്ട ആ വാർഡിലെ വോട്ടുകൾ എത്രയാണ്, അവിടെ ഭൂരിപക്ഷം എത്രയാണ്, അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്ന വാർഡുകൾ ഏതൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടി വരും. ഇങ്ങനെ സീറ്റുകളുടെ എണ്ണം വെച്ച് മാത്രം കാര്യങ്ങൾ പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഇവിടെ ഓരോ വാർഡുകൾ സ്പെസിഫിക്കായി പറഞ്ഞുകൊണ്ട് അവിടെ BJPയോ UDFോ നേരിട്ട് മത്സരം നടക്കുന്ന വാർഡുകളാണെന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് അവിടെയുള്ള നിലവിലുള്ള ഭൂരിപക്ഷം അവിടെ തള്ളാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ STPയും ലീഗും മത്സരം നടക്കുന്ന വാർഡുകളുണ്ട്. STPയും ലീഗും നേരിട്ട് മത്സരം നടക്കുന്ന വാർഡുകളുണ്ട്. അഥവാ ഒന്നാം സ്ഥാനത്ത് STPI ലീഗും രണ്ടാം സ്ഥാനത്ത് STPയും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ ഒരു പ്രത്യേകമായിട്ടുള്ള പഞ്ചായത്തിൽ, അതുകൂടാതെ തന്നെ മലബാറിലെ പല മേഖലകളിലും ഇത്തരത്തിൽ STPI ലീഗിന്റെ വാർഡുകൾ, ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവരുടേതായ സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയും സംഭവിക്കുന്നത്. അത്തരം വാർഡുകളിൽ ചില പരസ്പരമുള്ള രാഷ്ട്രീയമായ വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വിഷയം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ഈ
യൂത്ത് ലീഗ് ഭാരവാഹി നജീബിനെ അടക്കം കൃത്യമായിട്ട് ജനങ്ങളോട് കാര്യങ്ങൾ സംവദിക്കുക എന്നുള്ള ജനാധിപത്യ ക്രമം പിന്തുടരാവുന്നതാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുക. SDPIയുടെ പ്രശ്നം എന്താണോ അത് ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, തങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് തങ്ങളാണ്, അവിടെയുള്ള സ്ഥലം MLA തങ്ങളുടേതാണ്, അതുപോലെ തന്നെ നിലവിലുള്ള MP തങ്ങളുടേതാണ്, തങ്ങളുടേതായ കാലഘട്ടത്തിൽ അവിടെ ഉയർത്തിക്കൊണ്ടുവന്ന, കഴിഞ്ഞ വർഷങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന വികസനങ്ങൾ ജനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിന് വോട്ട് തേടുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ അവിടെ ഏത് പൗരന്മാർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ അവർ സ്ഥിരതാമസമുള്ള മേഖലകളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവേണ്ടതുണ്ട്. അതല്ലാതെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഒരു ഇടപെടലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളെയോ അത് മറ്റൊരു ദിശയിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇത് SDPI BJP കൂട്ടുകെട്ടാണ് എന്നത് പറയുന്നത് രാഷ്ട്രീയ അല്പത്തരമാണ്. മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് തങ്ങളും BJPയും നേരിട്ട് മത്സരിക്കുന്ന വാർഡുകൾ ഉണ്ടെങ്കിൽ ആ വാർഡുകൾ ഏതൊക്കെയാണ്, അവിടെ തങ്ങളുടെ ഭൂരിപക്ഷം എത്രയാണ്, അല്ലെങ്കിൽ BJPയുടെ ഭൂരിപക്ഷം എത്രയാണ്, അവിടെ എത്ര വോട്ടുകളാണ് നിലവിൽ തള്ളാനുള്ള അപേക്ഷ കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നൽകേണ്ടത്. മറ്റുള്ളത് നേരിട്ട് SDPയും മുസ്ലിം ലീഗും പരസ്പരം മത്സരിക്കുന്ന വാർഡുകളിൽ ഏതെങ്കിലും വോട്ടുകൾ തള്ളാനോ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു കാര്യങ്ങളോ സംഭവിച്ചാൽ അതിനെ വക്രീകരിച്ചുകൊണ്ട് വഴിതിരിച്ചു വിട്ടുകൊണ്ട് അത് മുസ്ലിം ലീഗിനെതിരെ SDPI നടത്തുന്ന രാഷ്ട്രീയ നയങ്ങളിൽ എല്ലാം BJPക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശുഭകരമായ കാര്യമല്ല. ഏതായാലും ശുഭകരമായ അല്ലെങ്കിൽ സത്യസന്ധമായ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യ പോരാട്ടങ്ങൾ കേരളത്തിൽ ഓരോയിടത്തും നടക്കേണ്ടതുണ്ട്. അവിടെ നിലവിലുള്ള ഭരണക്കാർ മാത്രമല്ല, അവിടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഓരോ ആളുകൾക്കും അതിൻ്റെ അവകാശമുണ്ട്. അവർക്ക് അതിനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകുന്നുണ്ട്. മുസ്ലിം ലീഗിന് ഭരണം നടത്താൻ ജനങ്ങൾ നൽകുന്ന അവകാശം പോലെ തന്നെ മുസ്ലിം ലീഗ് ഭരണം നടത്തുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിക്കാനുള്ള എല്ലാ അവകാശങ്ങളും പ്രതിപക്ഷത്ത് നിൽക്കുന്ന SDPIക്കും ലഭിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് യഥാർത്ഥ ജനാധിപത്യം എന്നുള്ളത്.